വിജയ് ഹസാരെ ട്രോഫിയിലെ റെക്കോർഡ് സെഞ്ചുറികളുടെ ആവേശത്തിലാണ് ആരാധകർ. ഉദ്ഘാടന ദിനത്തിൽ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും സെഞ്ചുറികളുമായി നിറഞ്ഞു നിന്നു. ബീഹാർ താരങ്ങളായ വൈഭവ് സൂര്യവംശി, സാഖിബുൽ ഗാനി എന്നിവർ റെക്കോർഡുകൾ തിരുത്തിക്കുറിച്ചപ്പോൾ ഇഷാൻ കിഷൻ, ദേവ്ദത്ത് പടിക്കൽ തുടങ്ങിയവരും സെഞ്ചുറിയോടെ ടൂർണമെന്റിന് തുടക്കമിട്ടു. സൂപ്പർ താരങ്ങൾ ഒന്നടങ്കം ആഭ്യന്തര ക്രിക്കറ്റിലേക്ക് ചുവടുമാറ്റിയപ്പോൾ ഗാലറിയിലെത്തിയത് പതിനായിരങ്ങൾ. ആർത്തിരമ്പുന്ന കാണികൾക്ക് വിരുന്നായി ഓരോ മത്സരത്തിലും സെഞ്ചുറികൾ, റെക്കോർഡുകൾ. ടെസ്റ്റും 2020യും അവസാനിപ്പിച്ച് ഏകദിന ഫോർമാറ്റിൽ മാത്രം ഒതുങ്ങി വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും വിജയ് ഹസാരയിലേക്ക് തിരിച്ചെത്തിയതും സെഞ്ചുറിയുമായി. 15 വർഷത്തിന് ശേഷം വിജയ് ഹസാരയിലെത്തിയ വിരാട് കോഹ്ലി ചേസ് മാസ്റ്റർ എന്ന പേരിനെ ഒരിക്കൽ കൂടി അടിവരയിട്ടു. 131 റൺസുമായി കോഹ്ലി ആന്ധ്രയ്ക്കെതിരെ നിറഞ്ഞു നിന്നു. ഡൽഹിയുടെ ജയം 4 വിക്കറ്റിന്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ അതിവേഗം 16,000 റൺസ് പൂർത്തിയാക്കി സച്ചിൻ ടെണ്ടുൽക്കറിന്റെ റെക്കോർഡും മറികടന്നു. രോഹിത് 94 പന്തിൽ 155 റൺസ് നേടി നിറഞ്ഞാടിയ മത്സരത്തിൽ മുംബൈ സിക്കിമിനെ വീഴ്ത്തിയത് 8 വിക്കറ്റിന്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ കൂടുതൽ 150 റൺസ് എന്ന ഡേവിഡ് വാർണറിന്റെ റെക്കോർഡിനൊപ്പമെത്തി ഹിറ്റ്മാൻ. ഉദ്ഘാടന ദിനത്തിൽ വെടിക്കെട്ട് സെഞ്ചുറികളുടെ റെക്കോർഡ് ഒന്നൊന്നായി തകർന്നു വീഴുന്നതാണ് കണ്ടത്. ബീഹാറിനായി അതിവേഗ സെഞ്ചുറി കുറിച്ച് ക്യാപ്റ്റൻ സാഖിബുൽ ഗാനിയും വൈഭവ് സൂര്യവംശിയും റെക്കോർഡ് തിരുത്തി എഴുതി. അരുണാചൽ പ്രദേശിനെതിരെ 36 പന്തിൽ സെഞ്ചുറി നേടിയ വൈഭവ് സൂര്യവംശി 84 പന്തിൽ അടിച്ചെടുത്തത് 190 റൺസ്. ലിസ്റ്റ് എ ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന പ്രായം കുറഞ്ഞ താരമെന്ന റെക്കോർഡ് വൈഭവിന്. അതിവേഗം 150 റൺസ് എന്ന AB de Villiers റെക്കോർഡും വൈഭവ് മാറ്റിയെഴുതി. പിന്നാലെ സാഖിബുൽ ഗാനിയുടെ ഊഴം. 32 പന്തിൽ സെഞ്ചുറി കുറിച്ച് ബീഹാർ നായകൻ അതിവേഗ സെഞ്ചുറിയുടെ റെക്കോർഡ് പേരിലാക്കി. 40 പന്തിൽ 128 റൺസ് എടുത്ത ഗാനി ടീമിനെ 574 റൺസ് എന്ന കൂറ്റൻ സ്കോറിൽ എത്തിച്ചതോടെ ബീഹാറിനെ മറ്റൊരു റെക്കോർഡ്. ലിസ്റ്റ് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്കോർ. മധ്യനിര താരം ആയുഷും ബീഹാറിനായി സെഞ്ചുറി നേടി. 2022-ൽ തമിഴ്നാട് കുറിച്ച 506 റൺസിന്റെ റെക്കോർഡാണ് ബീഹാർ പഴങ്കഥയാക്കിയത്. മറ്റൊരു മത്സരത്തിൽ 33 പന്തിൽ സെഞ്ചുറി നേടി ജാർഖണ്ഡ് നായകൻ ഇഷാൻ കിഷൻ അതിവേഗ സെഞ്ചുറി പട്ടികയിൽ രണ്ടാമനായി. 2020 ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടതിന് പിന്നാലെയാണ് ഇഷാന്റെ വെടിക്കെട്ട് പ്രകടനം. ഇഷാന്റെ സെഞ്ചുറി കരുത്തിൽ 412 റൺസ് എടുത്തെങ്കിലും ജാർഖണ്ഡിനെ ജയിക്കാനായില്ല. മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ സെഞ്ചുറി കരുത്തിൽ കർണാടക 5 വിക്കറ്റിന് ജയം സ്വന്തമാക്കി. കേരളത്തിനായി വിഷ്ണു വിനോദും സെഞ്ചുറി നേടി. ത്രിപുരയ്ക്കെതിരെ കേരളം 145 റൺസിന്റെ ഉജ്ജ്വല ജയം കുറിച്ചു. 5 വിക്കറ്റും അർദ്ധ സെഞ്ചുറിയും നേടിയ ബാബ അപരാജിത്താണ് കളിയിലെ താരം. മറ്റു മത്സരങ്ങളിലൊക്കെ ഒരു ഇരട്ട സെഞ്ചുറിയും 13 സെഞ്ചുറിയും വിജയ് ഹസാരെ ട്രോഫിയുടെ ആദ്യ ദിനം പിറന്നു. ഒഡീഷ താരം സ്വസ്തിക് സമാൽ സൗരാഷ്ട്രയ്ക്കെതിരെയാണ് ഇരട്ട സെഞ്ചുറി നേടിയത്. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.